എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷയും +2 പരീക്ഷയും +1 പരീക്ഷയും മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ഫെയിൽഡ് ആവുകയാണ്, അത് തോൽക്കുകയാണ്, അല്ലെങ്കിൽ മിനിമം മാർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ പിന്നീട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് ഈ ഒരു എക്സാം എഴുതുക. അതുപോലെ ഒരു എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതി അതും വിചാരിച്ച് ഇരിക്കാതെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതിയിട്ട് അതിന് വേണ്ടത്ര രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടില്ല, മാർക്ക് കുറയും എന്ന് കരുതി അതും ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് വരുന്ന പരീക്ഷകളൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിന്തിക്കാതെ എഴുതിക്കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ടതില്ല. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് അടുത്ത പരീക്ഷ എന്നാണ്, അതുപോലെ ഏത് സബ്ജക്റ്റാണ്, ആ ഒരു പരീക്ഷ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു SSLC പരീക്ഷയിലോ +2 പരീക്ഷയിലോ നിങ്ങൾ തോൽക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറവാണ്, ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡാണ്, അതല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം മാർക്ക് കുറവാണ്, ബാക്കി എല്ലാ സബ്ജക്റ്റും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം SSLCയുടെ കാര്യം നോക്കാം, അതിനുശേഷം മാത്രം +2വിൻ്റേത് നോക്കാം. SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു എക്സാമിനേഷൻ ഈ ഒരു SSLC റിസൾട്ട് വന്ന ശേഷം നടത്തില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ഈ ഒരു പരീക്ഷയിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുമോ ആ ഒരു മാർക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ SSLCയിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് തോൽക്കുകയാണ്, അതായത് നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം നിങ്ങൾ ആബ്സെൻ്റ് ആവുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര മാർക്ക്, അതായത് ഈ ഒരു 40-ൽ 15 അല്ലെങ്കിൽ 80-ൽ നിങ്ങൾക്ക് ഒരു 30 മാർക്കോ നേടാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക്, അതായത് CE ഉൾപ്പെടെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തോൽക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ SSLC റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഈ സ്കൂളുകളിൽ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോവുക, നിങ്ങൾക്ക് ഏത് വിഷയങ്ങളൊക്കെയാണ് നിങ്ങൾ തോറ്റിട്ടുള്ളത് ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു ഫീസ് അടക്കുക. അതുപോലെ നിങ്ങളുടെ ഈ ഒരു SSLC റിസൾട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു കോപ്പി എടുത്ത് ആ ഒരു അപേക്ഷയോടൊപ്പം സ്കൂളിൽ നൽകുക. ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത്. ഒരു വിഷയത്തിന് 150 രൂപ എന്നാണ് തോന്നുന്നത്. അപ്പോൾ 150 ആണോ 75 ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു വിഷയത്തിന് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു 3 വിഷയം വരെയാണ് നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കേസില്ല, അതായത് നിങ്ങൾക്ക് ഫാമിലിയിലുള്ള എന്തെങ്കിലും മരണങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ എന്നിങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട്, അതായത് ജെന്യൂൻ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം, അതല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ നിങ്ങൾക്ക് ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു SSLC പരീക്ഷയുടെ 9 സബ്ജക്റ്റുകളും എഴുതാം. അതുപോലെ IT ഉൾപ്പെടെ, അതായത് IT നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 9 സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ IT പരീക്ഷയും എഴുതാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു 10 വിഷയങ്ങളുടെയും പരീക്ഷ വീണ്ടും, അതായത് ഈ ഒരു SSLC സേ പരീക്ഷ നടക്കുന്ന സമയത്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ SSLC പരീക്ഷയുടെ പ്രത്യേകത പറഞ്ഞു, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു പാസ് മാർക്ക് വാങ്ങിക്കുന്നതിൽ നല്ലത് കൂടുതൽ മാർക്ക് നേടുന്നത് ആയിരിക്കും. അത് കാരണം നിങ്ങൾക്ക് അത് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജിനെ വർദ്ധിപ്പിക്കുകയും പിന്നീട് +1 അഡ്മിഷനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദം ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു SSLC സേ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതാൻ സാധിക്കാതിരുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫെയിൽഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എന്നിങ്ങനെ ആ ഒരു വിഭാഗത്തിലുള്ള 3 വിഷയമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാൻ പറ്റുക. SSLC പരീക്ഷ റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം മുതൽ ഈ ഒരു അപേക്ഷ നിങ്ങളുടെ സ്കൂളിൽ നൽകാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് പെട്ടെന്ന് തന്നെ ഈ ഒരു സേ പരീക്ഷ നടക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ SSLC പരീക്ഷയിൽ തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് സേ പരീക്ഷ ജയിക്കുന്ന സമയത്തേക്ക് ഏകദേശം +1 അലോട്ട്മെൻറ്റിൻ്റെ മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമാണ് SSLC സേ പരീക്ഷ ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷനൊക്കെ കിട്ടും, പക്ഷേങ്കിൽ ആ ഒരു സമയത്തേക്ക് സീറ്റുകൾ ഏകദേശമൊക്കെ ഫില്ല് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ നന്നായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം പരീക്ഷയാണ്, അതിൽ ജസ്റ്റ് നിങ്ങൾ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം അല്ലെങ്കിൽ മാർക്ക് കുറയാം, ഇതൊക്കെ സാധാരണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു എഴുതി കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ ലഭിച്ച മാർക്ക് കുറയുകയൊക്കെ ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് നന്നായിട്ട്
ശ്രമിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ നിലവിൽ ഇപ്പോൾ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പ്ലസ് ടു പരീക്ഷയുടെ നോക്കാം. പ്ലസ് ടു ആണ് എങ്കിൽ പ്ലസ് ടു പരീക്ഷ നിങ്ങൾ തോൽക്കുകയാണ്, ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതി, അതായത് വിവിധ വിഭാഗങ്ങളായിട്ട് പ്ലസ് വൺ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം ഉണ്ടാവും, അതുപോലെ പ്ലസ് വൺ റെഗുലർ വിഭാഗം ഉണ്ടാവും, എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പരീക്ഷ തോൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നടക്കും. പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സേ പരീക്ഷ, അതായത് പ്ലസ് ടുവിൽ സബ്ജക്റ്റ് തോറ്റിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എത്ര വിഷയമാണോ നിങ്ങൾ തോറ്റിട്ടുള്ളത്, അതായത് 6 വിഷയങ്ങളും തോറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു 6 വിഷയങ്ങളും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അതായത് റെഗുലർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. ഒരു വിഷയം മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. ഇംപ്രൂവ്മെൻറ്റിന് 500 രൂപയായിരിക്കും ഫീസ് ഉണ്ടാവുക. അതുപോലെ പ്ലസ് ടു സേ പരീക്ഷയാണ് എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തോറ്റിട്ടുള്ള 6 വിഷയം ഉണ്ടെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടു സേ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കീം, അതുപോലെ നീറ്റ് എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു പരീക്ഷയിൽ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പ്ലസ് ടുവിൻ്റെ സേ റിസൾട്ട് വരുമ്പോഴേക്കും കീമിൻ്റെ, എഞ്ചിനീയറിംഗ്, അതുപോലെ മെഡിക്കൽ, അതുപോലെ തന്നെ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ടുള്ള മാർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കൽ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലസ് ടു തോൽക്കുന്ന വിദ്യാർത്ഥികൾ പ്ലസ് ടു സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പ്ലസ് ടു സേ റിസൾട്ട് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പഠനത്തിനൊക്കെ സാധിക്കും. എന്നാൽ മെഡിക്കൽ, അതുപോലെ എഞ്ചിനീയറിംഗ് ഇതുപോലുള്ള ഫീൽഡുകളിലേക്കുള്ള പ്രവേശന നടപടികൾ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം റിസൾട്ട് വന്ന ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പ്ലസ് ടു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവസരം നൽകുകയാണെങ്കിൽ മാത്രമാണ് പിന്നീട് ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വൺ അല്ല പ്ലസ് ടുവോ അല്ലെങ്കിൽ SSLC പരീക്ഷയിലോ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ SSLC സേ പരീക്ഷ എഴുതി SSLC ജയിക്കാം. പ്ലസ് ടു ഫെയിൽഡ് ആവുകയാണെങ്കിൽ പ്ലസ് ടു സേ പരീക്ഷ എഴുതിയിട്ട് ഈ ഒരു ജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സേ പരീക്ഷയുടെ അപേക്ഷകൾ സ്കൂളുകളിൽ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.